പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അൺഅക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. നമ്മളിന്ന് SCERT സോഷ്യൽ സയൻസിലെ 5ാമത്തെ പാഠഭാഗത്ത് ജനങ്ങൾക്ക് വേണ്ടി എന്ന പാഠഭാഗം പഠിക്കാൻ പോവാണ്. ഇന്ന് നവംബർ 3-ാം തീയതി ഈ പാഠഭാഗത്തെ ആസ്പദമായിട്ടുള്ള പരീക്ഷ അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിലൂടെയാണ് നമ്മൾ ചെയ്യുക. അതായത് നവംബർ മാസം 6-ാം തീയതിയിലാണ്. നവംബർ മാസം 6-ാം തീയതി നടക്കുന്ന ആ പരീക്ഷ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനം ചെയ്യും. ഇത് പഠിച്ചിട്ട് അത് എഴുതുവാനായിട്ട് ശ്രമിക്കുക. കാരണം അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ നമുക്ക് പോളിലൂടെയൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നതുകൊണ്ടാണ് അതിൽ നമ്മൾ എക്സാം എടുക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ആരംഭിക്കാം. വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കുവാനുള്ള വേദിയാണ് ഗ്രാമസഭ എന്ന് പറയുക. ഒരു പഞ്ചായത്തിലെ ഓരോ വാർഡിനെയും നമ്മൾ എന്തെന്ന് വിളിക്കാറുണ്ട്? ഓരോ വാർഡിനെയുമാണ് നമ്മൾ ഗ്രാമസഭ എന്ന് വിളിക്കുക. ഈ ഗ്രാമസഭകൾ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് പഞ്ചായത്ത് രൂപം കൊള്ളുന്നത്. നിലവിൽ കേരള പഞ്ചായത്ത് രാജ് നിയമം അനുസരിച്ച് ഒരു പഞ്ചായത്തിൽ ഏറ്റവും കുറഞ്ഞത് 13 വാർഡുകളും പരമാവധി 23 വാർഡുകളും ഉണ്ടായിരിക്കും. നിങ്ങളുടെ പഞ്ചായത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. ഏറ്റവും കുറഞ്ഞത് 13 വാർഡുകളും പരമാവധി 23 വാർഡുകളും ഉണ്ടായിരിക്കും. ഓർമ്മിക്കുക, അങ്ങനെയുള്ള ഓരോ വാർഡുകളും ഏറ്റവും കുറഞ്ഞത് 13 വാർഡ്, പരമാവധി 23 വാർഡുകൾ ചേർന്നാണ് ഒരു പഞ്ചായത്തായിട്ട് മാറുക. അപ്പോൾ വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദിയാണ് ഗ്രാമസഭ. 6 മാസത്തിൽ ഒരിക്കലെങ്കിലും ഗ്രാമസഭ വിളിച്ചുകൂട്ടേണ്ടതാണ് എന്നാണ് കണക്കാക്കാറുള്ളത്. നിങ്ങളുടെ പഞ്ചായത്തില് ഗ്രാമസഭ യോഗങ്ങൾ നടത്തുന്നുണ്ടാവും കേട്ടോ. അതിനുവേണ്ടി ഒരു നോട്ടീസ് ഒക്കെ അച്ചടിച്ച് വിതരണം ചെയ്യാറുണ്ട്. നഗരസഭ, അതായത് കേരളത്തിലെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ രണ്ടും നഗരസഭകൾ തന്നെയാണ്. ജനസംഖ്യ കുറഞ്ഞ നഗരസഭകൾ എന്നും ജനസംഖ്യ കൂടിയ നഗരസഭകളാണ് നമ്മൾ കോർപ്പറേഷൻ എന്ന് വിളിക്കുക. അപ്പോൾ നഗരസഭകൾ പൊതുവായി നമ്മുടെ കേരളത്തിലെ മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും പൊതുവായി നമുക്ക് എന്തെന്ന് വിളിക്കാം? നഗരസഭ എന്ന് വിളിക്കാം. ആ നഗരസഭയിലെ വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദി വാർഡ് സഭ എന്നാണ് അറിയപ്പെടാറുള്ളത്. വാർഡിൽ അഥവാ ഗ്രാമത്തിൽ നടപ്പിലാക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച ജനങ്ങൾ ഗ്രാമസഭയിൽ കൂട്ടമായി ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുന്നു. അപ്പോ പഞ്ചായത്തിലെ ഓരോ വാർഡിലെയും ക്ഷേമ പദ്ധതിയിലൂടെ കണ്ടെത്തുവാനുള്ള ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതൊക്കെ ഈ ഗ്രാമസഭയിൽ വെച്ചാണ്, അല്ലെങ്കിൽ വാർഡ് സഭയിൽ വെച്ചാണ്. ഇത്തരം പ്രവർത്തനങ്ങൾക്ക്, അതായത് വാർഡ് സഭയ്ക്ക് നേതൃത്വം കൊടുക്കേണ്ടത് ആരാണ്? ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധിയാണ്, അതായത് വാർഡ് മെമ്പറാണ്. പഞ്ചായത്തുകളിൽ നമ്മൾ അദ്ദേഹത്തെ വാർഡ് മെമ്പർ എന്നും നഗരസഭയിൽ കൗൺസിലർ എന്നുമാണ് വിളിക്കുക. നഗരസഭ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, മുനിസിപ്പാലിറ്റി ആണെങ്കിലും കോർപ്പറേഷൻ ആണെങ്കിലും അവിടുത്തെ ജനപ്രതിനിധിയെ നമ്മൾ കൗൺസിലർ എന്നും പഞ്ചായത്തിലേക്കുള്ള ജനപ്രതിനിധിയെ വാർഡ് മെമ്പർ എന്നുമാണ് വിളിക്കുക. ശരിയല്ലേ? അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ സ്ലൈഡ് ഒന്നുകൂടെ റിവിഷൻ ചെയ്യാം. വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദിയാണ് ഗ്രാമസഭ. ഇനി മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും ആണെങ്കിൽ അതിനെ നമ്മൾ വാർഡ് സഭ എന്ന് വിളിക്കും. വാർഡിൽ നടപ്പിലാക്കേണ്ട വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾ ഗ്രാമസഭയിൽ കൂട്ടായി ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുന്നു. അത് ക്ഷേമ പദ്ധതിയിലെ ഗുണഭോക്താക്കളാകാം, ആ വാർഡിൽ നടപ്പിലാക്കേണ്ട വികസന പദ്ധതികളോ പ്രവർത്തനങ്ങളോ ആകാം. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ആ വാർഡിൽ നിന്ന് ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധിയാണ്. ഈ ജനപ്രതിനിധി ഗ്രാമങ്ങളിൽ വാർഡ് മെമ്പർ എന്നും നഗരങ്ങളിൽ കൗൺസിലർ എന്നുമാണ് അറിയപ്പെടുന്നത്. ജനങ്ങൾ നേരിട്ടോ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളോ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന പ്രക്രിയയാണ് എന്ത് പേരിൽ അറിയപ്പെടുക? ജനാധിപത്യം എന്നറിയപ്പെടുക. ജനങ്ങൾ നേരിട്ടോ അല്ലെങ്കിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളോ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന പ്രക്രിയയാണ് നമ്മൾ ജനാധിപത്യം എന്ന് പറയുക. ജനാധിപത്യം എന്ന പദത്തിന്റെ ആംഗ്ലേയം, ഇംഗ്ലീഷ് പദം എന്ന് പറയുന്നത് ഡെമോക്രസിയാണ്. ഈ ഡെമോക്രസി എന്ന പദം ഉദയം ചെയ്തത് ഗ്രീക്ക് പദമായ ഡെമോക്രാറ്റിയ എന്ന പദത്തിൽ നിന്നാണ്. അപ്പൊ ഗ്രീക്ക് ഭാഷയിലെ ഡെമോക്രാറ്റിയ എന്ന പദത്തിൽ നിന്നാണ് ഡെമോക്രസി എന്ന ഇംഗ്ലീഷ് പദം ഉദയം ചെയ്തത്. അതിന്റെ മലയാള പരിഭാഷയാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ഗ്രീക്ക് പദമായ ഡെമോക്രാറ്റിയ എന്ന വാക്കിൽ ഡെമോസ്, ക്രാറ്റോസ് എന്നീ 2 പദങ്ങളുണ്ട്. അതിൽ ഡെമോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനമെന്നും
ക്രാറ്റോസ് എന്ന് പറഞ്ഞാൽ അധികാരമെന്ന്. ചുരുക്കി പറഞ്ഞാൽ ജനങ്ങൾക്ക് അധികാരം നൽകുന്നതാണ്, ജനങ്ങൾക്ക് അധികാരമുള്ള വ്യവസ്ഥയാണ് ജനാധിപത്യം എന്ന് പറയുക. പ്രത്യക്ഷ ജനാധിപത്യത്തിൽ പ്രധാന തീരുമാനങ്ങൾ ജനങ്ങൾ നേരിട്ടെടുക്കുന്നു. ജനങ്ങൾ നേരിട്ട് തീരുമാനമെടുത്താൽ അതിന് പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറയാം. ഇന്ത്യയിൽ നിലവിൽ ഗ്രാമസഭകളിൽ അഥവാ വാർഡ് സഭകളിൽ നിലനിൽക്കുന്നത് എന്താണ്? ജനാധിപത്യമാണ്. നിലവിൽ കേരളത്തില് അല്ലെങ്കിൽ ഇന്ത്യയില് ഗ്രാമസഭാ യോഗങ്ങളിലും വാർഡുകളിലും അതായത് കൗൺസിലുകളിലും നിലനിൽക്കുന്നത് എന്താണ്? പ്രത്യക്ഷ ജനാധിപത്യമാണ്. അവിടെ ജനങ്ങളാണ് നേരിട്ട് തീരുമാനമെടുക്കുക. എന്നാൽ മറ്റു ഭരണഘടകങ്ങളിൽ, അത് നിയമസഭയായിക്കോട്ടെ, രാജ്യസഭയായിക്കോട്ടെ, ലോക്സഭ ആയിക്കോട്ടെ, ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധികളാണ് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുക. അത്തരം സംവിധാനത്തെ നമ്മൾ പരോക്ഷ ജനാധിപത്യം എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പോ ജനങ്ങൾ നേരിട്ട് തീരുമാനം എടുക്കുകയാണെങ്കിൽ അത് പ്രത്യക്ഷ ജനാധിപത്യം. സംസ്ഥാന നിയമസഭ, പാർലമെന്റ് എന്നിവിടങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് ജനങ്ങൾ നേരിട്ടല്ല, മറിച്ച് അവർ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികളാണ് ജനങ്ങൾക്ക് വേണ്ടി തീരുമാനം എടുക്കുക, നയരൂപീകരണം നടത്തുക, നിയമങ്ങൾ പാസാക്കുക, പദ്ധതികൾ അവതരിപ്പിക്കുക തുടങ്ങിയവയൊക്കെ. അതുകൊണ്ട് അവിടെയൊക്കെ പരോക്ഷ ജനാധിപത്യമാണ് നിലനിൽക്കുന്നത് എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇന്ത്യയിൽ പ്രത്യക്ഷ ജനാധിപത്യം നിലനിൽക്കുന്ന ഘടകം ഏതെന്ന് ചോദിച്ചാൽ ഗ്രാമസഭ പറയാം, അത് ഗ്രാമപഞ്ചായത്തിന്റെ ഓരോ ഘടകവും. ഇനി നഗരസഭകളിലാണെങ്കിൽ അത് വാർഡ് സഭ എന്ന് പറയാം. ഓക്കെ അല്ലേ? ഇനി ജനാധിപത്യം മാനുഷിക മൂല്യങ്ങൾക്കും വ്യക്തി സ്വാതന്ത്ര്യത്തിനും അംഗീകാരം നൽകുന്നതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ഓക്കെ, മാനുഷിക മൂല്യങ്ങൾക്കും വ്യക്തി സ്വാതന്ത്ര്യത്തിനും അംഗീകാരം നൽകുന്നതാണ് ജനാധിപത്യം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കുക എന്നുള്ളത് ജനാധിപത്യ ജീവിത രീതിയുടെ ഭാഗമാണ്. അപ്പോൾ മാനുഷിക മൂല്യങ്ങൾക്കും വ്യക്തി സ്വാതന്ത്ര്യത്തിനും അംഗീകാരം നൽകുന്നത് ജനാധിപത്യമാണ്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കുക എന്നുള്ളത് ജനാധിപത്യ ജീവിത രീതിയുടെ ഭാഗമാണ്. ഓക്കെ അല്ലേ? അഭിപ്രായങ്ങളോട് യോജിക്കുവാനോ അല്ലെങ്കിൽ വിയോജിക്കുവാനോ വ്യക്തിക്ക് അവകാശമുണ്ട്. പക്ഷേ യോജിക്കുമ്പോഴോ അല്ലെങ്കിൽ വിയോജിക്കുമ്പോഴോ മനസ്സിൽ ഒന്നുണ്ടാകണം, നിയമവ്യവസ്ഥയിൽ അധിഷ്ഠിതമായിരിക്കണം. നിയമത്തിനെതിരായി ഞാൻ ഒരാളോട് യോജിച്ചു കഴിഞ്ഞാൽ അത് കുറ്റകൃത്യമാണ്, അല്ലെ? അപ്പോ എനിക്ക് മറ്റൊരാളുടെ അഭിപ്രായങ്ങളോട് യോജിക്കുവാനോ വിയോജിക്കുവാനോ അവകാശമുണ്ട്, പക്ഷെ അത് നിയമവ്യവസ്ഥയിൽ അധിഷ്ഠിതമായിരിക്കണം. നിയമങ്ങൾ തെറ്റിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമായി കണക്കാക്കേണ്ടി വരും. ഓക്കെ, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർ ഒരു നിയമം പാസാക്കിയാൽ ആ നിയമം പാലിക്കുന്നത് ജനാധിപത്യ മര്യാദയാണ്. അതിന്റെ ലംഘനം ജനാധിപത്യമായി കണക്കാക്കില്ല. ഓക്കെ, ഇപ്പൊ എനിക്ക് വേണ്ടി ഞാൻ തിരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധി നിയമം നിർമ്മിക്കുകയാണെങ്കിൽ ആ നിയമം പാലിക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. ശരിയല്ലേ? അതിനെയാണ് നമ്മൾ ജനാധിപത്യം എന്ന് പറയുക. അതും ജനാധിപത്യമാണ്. ഓക്കെ, അപ്പോ മാനുഷിക മൂല്യങ്ങൾക്കും വ്യക്തി സ്വാതന്ത്ര്യത്തിനും അംഗീകാരം നൽകുന്നതാണ് ജനാധിപത്യം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കുക എന്നുള്ളത് ജനാധിപത്യ ജീവിത രീതിയുടെ ഭാഗം തന്നെയാണ്. അഭിപ്രായങ്ങളോട് യോജിക്കുവാനോ വിയോജിക്കുവാനോ വ്യക്തിക്ക് അവകാശമാണ്. ജനാധിപത്യം എന്നത് നിയമവ്യവസ്ഥിതിയിൽ അധിഷ്ഠിതമാണ്. നിയമങ്ങൾ തെറ്റിക്കുന്നതോ ജനാധിപത്യ വിരുദ്ധവുമാണ്. ഓർമ്മിച്ചേക്കാമോ? ഇത് SCERT ഫാക്ട് ആണ്. സ്റ്റേറ്റ്മെന്റായി PSC ചോദിച്ചേക്കാം. താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ് ശരി? അപ്പൊ ഈ സ്ലൈഡിൽ നാലാമത് കിടക്കുന്ന പോയിന്റ് ചിലപ്പോൾ നമ്മൾ തെറ്റെന്ന് പറഞ്ഞേക്കും. അതുകൊണ്ട് ദയവായി ഓർത്തു വെച്ചേക്കണം കേട്ടോ. ഇനി 18 വയസ്സ് പൂർത്തിയായ എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും വോട്ടവകാശമുണ്ട്. രാജ്യത്തെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിർബന്ധമായും പാലിക്കേണ്ട ചില ഘട്ടങ്ങളുണ്ട്. നമുക്കറിയാലോ, തിരഞ്ഞെടുപ്പ് വരാറായി എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം എന്താ സംഭവിക്കുക? ഇലക്ഷൻ കമ്മീഷൻ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കും. ഈ തിരഞ്ഞെടുപ്പ് ഗസറ്റ്, തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാകും? ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെടുവാൻ താല്പര്യമുള്ളവർക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു തുടങ്ങാവേണ്ട ദിവസം ഉണ്ടാവും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിവസം എന്നെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. സൂക്ഷ്മ പരിശോധനയുടെ ഡേറ്റ് ഉണ്ടാവും, അല്ലെ? സൂക്ഷ്മ പരിശോധന കഴിഞ്ഞ് സ്വീകരിക്കുകയോ തള്ളുകയോ ചെയ്യും. പിന്നെ പ്രചരണം നടത്തേണ്ട കാലയളവ് പരാമർശിച്ചിട്ടുണ്ടാവും. പ്രചരണം അവസാനിപ്പിക്കേണ്ട ദിവസം പരാമർശിച്ചിട്ടുണ്ടാവും. വോട്ടെടുപ്പ് നടക്കുന്ന ദിവസം പരാമർശിച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് വോട്ടെണ്ണൽ നടക്കുന്ന ദിവസം പരാമർശിച്ചിട്ടുണ്ടാവും. ശരിയല്ലേ?
അപ്പോ ജനാധിപത്യ പ്രക്രിയയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പാണ്. ഈ തിരഞ്ഞെടുപ്പ് പ്രക്രിയയില് നിർബന്ധമായും പാലിക്കേണ്ട ചട്ടങ്ങളിൽ ഏറ്റവും ആദ്യത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതും തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കലാണ്. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിൽ മറ്റെല്ലാ കാര്യങ്ങളും ഉണ്ടാകും, അത് ഘട്ടഘട്ടമായി നടപ്പിലാക്കണം. എന്തൊക്കെ? നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ, നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന, വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. വോട്ടെടുപ്പ്, വോട്ടെണ്ണലും ഫലപ്രഖ്യാപനം. ഓർമ്മിച്ചേക്കാമോ? അപ്പൊ 18 വയസ്സ് പൂർത്തിയായ എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും വോട്ടവകാശമുണ്ട്. രാജ്യത്തെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിർബന്ധമായും പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ, നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന, വോട്ടെടുപ്പ് കഴിഞ്ഞിട്ട് വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. ഓക്കെ. പിന്നെ പറയുന്നു, ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ പ്രധാനപ്പെട്ട ഘടകങ്ങൾ 5 എണ്ണമുണ്ട്. ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ എത്രയാ? 5 എണ്ണമുണ്ട്. ഒന്ന്, നിയമവാഴ്ച. എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. നിയമങ്ങൾ അനുസരിക്കുവാൻ എല്ലാവർക്കും ബാധ്യതയുമുണ്ട്. ആരും നിയമത്തിന് അതീതരല്ല എന്നതും ഓർമ്മയുണ്ടാവണം. അപ്പോ ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ 5 ഘടകങ്ങളിൽ ഒന്ന് നിയമവാഴ്ച. എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. നിയമങ്ങൾ അനുസരിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. ആരും നിയമത്തിന് അതീതരല്ല, നിയമത്തിനേക്കാളും മുകളിലല്ല എന്നർത്ഥം. 2, അവകാശങ്ങൾ. വ്യക്തിയുടെയും രാജ്യത്തിന്റെയും പുരോഗതിക്ക് വേണ്ടി രാജ്യം അനുവദിച്ചു കൊടുത്തിട്ടുള്ള സാഹചര്യങ്ങളെയാണ് നമുക്ക് അവകാശം എന്ന് പറയാനായിട്ട് കഴിയുക. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് നമുക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അവകാശം എന്ന് പറയുന്നത് മൗലിക അവകാശങ്ങളാണ്. അല്ലെ? അപ്പൊ ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ 2ാമത്തെ ഘടകം എന്ന് പറയുന്ന അവകാശങ്ങളാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ നമുക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട്. എന്തിനു വേണ്ടിയാ അവകാശങ്ങൾ എന്ന് പറയുമ്പോൾ? വ്യക്തിയുടെയും രാജ്യത്തിന്റെയും പുരോഗതിക്ക് വേണ്ടി രാജ്യം അനുവദിച്ചിട്ടുള്ള സാഹചര്യങ്ങളാണ് അവകാശങ്ങൾ. രാജ്യം അനുവദിക്കാത്തതാണ് എങ്കിൽ നമുക്കതിന് അവകാശം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. നിയമം വഴി രാജ്യം അനുവദിച്ചിരിക്കുന്ന സാഹചര്യങ്ങളെയാണ് നമ്മൾ അവകാശങ്ങൾ എന്ന് പറയുക. 3, സാമൂഹിക സാമ്പത്തിക നീതി. 3, സാമൂഹിക സാമ്പത്തിക നീതി. സാമൂഹികവും സാമ്പത്തികവുമായ അസമത്വം കുറച്ച് എല്ലാവർക്കും തുല്യ പരിഗണന നൽകണം എന്നതാണ് സാമൂഹിക സാമ്പത്തിക നീതി കൊണ്ട് അർത്ഥമാക്കുക. സാമൂഹിക സാമ്പത്തിക നീതി. സമൂഹത്തിൽ ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ എല്ലാ ജനങ്ങൾക്കും തുല്യ പരിഗണന കൊടുക്കണം. അവിടെ ജാതിയുടെ പേരിലോ മതത്തിന്റെ പേരിലോ വർണ്ണത്തിന്റെ പേരിലോ ഒന്നും വേർതിരിവ് പാടില്ല. അപ്പൊ സാമൂഹിക സാമ്പത്തിക നീതി, സാമൂഹികവും സാമ്പത്തികവുമായ അസമത്വം കുറച്ചുകൊണ്ട് എല്ലാവർക്കും തുല്യ പരിഗണന നൽകണം. ഒരുപക്ഷെ അങ്ങനെ അല്ലാന്ന് കരുതുക. സാമ്പത്തികമായി ഒരുപാട് വ്യത്യസ്തമുണ്ട് കുറെ ആൾക്കാർ തമ്മിൽ. അത് കുറച്ച് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. എന്ന് പറഞ്ഞാൽ സമ്പത്തുള്ളവന്റെ കയ്യിൽ നിന്ന് മൊത്തം സർക്കാർ ഏറ്റെടുക്കണമെന്നല്ല. സമ്പത്തില്ലാത്തവനെ സമ്പത്തുള്ളവനിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ക്ഷേമ പദ്ധതികൾ, സാമൂഹിക ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിക്കണം. ആ പദ്ധതിയിലൂടെ സമൂഹത്തിലെ എല്ലാ ജനങ്ങൾക്കും തുല്യ പരിരക്ഷ ഉറപ്പുവരുത്തണം, തുല്യ നീതി ഉറപ്പുവരുത്തണം. അതാണ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാനമായ 3ാമത്തെ കാര്യം, സാമൂഹിക സാമ്പത്തിക നീതി. 4, ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് 4th എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന മാധ്യമങ്ങൾ. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ മാധ്യമങ്ങൾ ജനാധിപത്യത്തിന്റെ അടിത്തറയാണ്. ജനങ്ങളുടെ താല്പര്യങ്ങൾ പരസ്പരം അറിയുകയും പൊതുവായ ആവശ്യങ്ങളാണെങ്കിൽ അവ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും മാധ്യമങ്ങൾ പ്രധാന പങ്കുവഹിക്കുന്നു. ജനങ്ങളുടെ താല്പര്യങ്ങൾ പരസ്പരം അറിയുകയും പൊതുവായ ആവശ്യങ്ങൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും മാധ്യമങ്ങൾ പ്രധാന പങ്കുവഹിക്കുന്നു. ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിലെ പാളിച്ചകൾ തുറന്നു കാട്ടുകയും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഗവൺമെന്റിനെ പ്രേരിപ്പിക്കുകയും ചെയ്യേണ്ടത് ആരാണ്? പ്രതിപക്ഷമാണ്. അപ്പോ വസ്തുനിഷ്ഠമായി പ്രതിപക്ഷം പ്രവർത്തിക്കുകയാണെങ്കിൽ അവിടെ നല്ല ഭരണമുണ്ടാകുമെന്ന് കണക്കാക്കാം. അപ്പൊ ജനാധിപത്യത്തിൽ സുപ്രധാന ഘടകങ്ങളാണ് മാധ്യമങ്ങളും പ്രതിപക്ഷവും. മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിന്റെയും ഏകദേശം ഒരേ പ്രവൃത്തിയാണ് അവിടെ വരിക. സർക്കാരിന്റെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായാൽ അത് തുറന്നു കാട്ടണം.
സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ ജനങ്ങളുടെ തലത്തിലേക്ക് കൊണ്ടുവരണം. അതിലൂടെ ജനാധിപത്യ സംവിധാനം നമുക്ക് പരിപോഷിപ്പിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളിൽ നാലാമത്തേത് മാധ്യമങ്ങളാണ്. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ മാധ്യമങ്ങൾ ജനാധിപത്യത്തിന്റെ അടിത്തറയാണെന്ന് കണക്കാക്കാം. ജനങ്ങളുടെ താല്പര്യങ്ങൾ പരസ്പരം അറിയുകയും പൊതുവായ ആവശ്യങ്ങൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതും മാധ്യമങ്ങൾ അതിപ്രധാന പങ്കുവയ്ക്കുന്നു. പ്രതിപക്ഷത്തിന്റെ ചുമതല എന്താണ്? ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിൽ പാളിച്ചയുണ്ടെങ്കിൽ അത് തുറന്നു കാട്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഗവൺമെന്റിനെ പ്രേരിപ്പിക്കണം. ഗവൺമെന്റ് നല്ല കാര്യം ചെയ്താൽ എന്ത് ചെയ്യണം? അത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. അല്ലാതെ ഗവൺമെന്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എതിർക്കുക എന്നതല്ല പ്രതിപക്ഷത്തിന്റെ ചുമതല. ഗവൺമെന്റ് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും തെറ്റായ കാര്യങ്ങൾ ചെയ്താൽ അതിനെ വിമർശിക്കുകയും അതിനെ തിരുത്തുന്നതിന് വേണ്ടിയുള്ള പ്രക്രിയകൾ നടത്തുകയും വേണം. ഓക്കെ അല്ലേ? അപ്പോൾ ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ ഘടകങ്ങൾ 5 നിയമവാഴ്ച, അവകാശങ്ങൾ, സാമൂഹിക സാമ്പത്തിക നീതി, മാധ്യമങ്ങൾ, കൂടാതെ പ്രതിപക്ഷം എന്നിവ. അപ്പൊ ഇതിന് നിങ്ങളുടെ മനസ്സിലുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ഇന്ന് ഈ ഒരു ചാപ്റ്റർ വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. ജനാധിപത്യം എന്ന് പറയുന്നത്, ജനാധിപത്യവും ജനങ്ങളും എന്ന് പറയുന്ന ചാപ്റ്റർ. ഇതിനെ ആസ്പദമായിട്ടുള്ള എക്സാം 6-ാം തീയതിയാണ് നടക്കുക. മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത്, അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഈ വർഷം 2023 നവംബർ 4-ാം തീയതി തൊട്ട് 6-ാം തീയതി വരെ ഫ്രീ ലേണേഴ്സ് വീക്ക് നടക്കുന്നുണ്ട്. ഫ്രീ ലേണിംഗ് വീക്ക്. അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ എല്ലാ എഡ്യൂക്കേറ്റേഴ്സും ഒട്ടനവധി സൗജന്യ ക്ലാസ്സുകൾ നിങ്ങൾക്കായി പ്രൊവൈഡ് ചെയ്യുന്നു. ആ സൗജന്യ ക്ലാസ് നിങ്ങൾക്ക് അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിലൂടെ ഉപയോഗിക്കാം. അൺഅക്കാഡമി ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അൺഅക്കാഡമി ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങളുടെ മൊബൈൽ നമ്പർ ലോഗിൻ ആയിട്ട് കൊടുക്കുക. ഒരു ഒ ടി പി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്പ് ഉപയോഗിക്കാനായിട്ട് കഴിയും. ആ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒട്ടനവധി സൗജന്യ ക്ലാസ്സുകൾ പ്രയോജനപ്പെടുത്താം. അതും ലൈവായിട്ട് നിങ്ങൾക്ക് പോൾ അറ്റൻഡ് ചെയ്യാം. എഡ്യൂക്കേറ്റേഴ്സിനോട് സംശയ നിവാരണം നടത്താം. കൃത്യമായി പഠിച്ചുറപ്പിക്കുവാനായിട്ട് കഴിയും. അപ്പൊ ഈ ഒരു സമ്പൂർണ്ണ അവസരം, ഒരു സുവർണ അവസരം സമ്പൂർണ്ണമായിട്ട് പ്രയോജനപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുക. അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിലേക്ക് പ്ലസിലേക്ക് വരിക. പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കേരള PSCയിൽ ആരംഭിക്കുന്ന എല്ലാ കോഴ്സുകളും വസ്തുനിഷ്ഠമായി സിലബസ് 100% പഠിച്ചുറപ്പിക്കുവാനായിട്ട് കഴിയും. നമ്മൾ ടോപ്പിക് വൈസ് ആണ് പഠിക്കുക. സിലബസിൽ പറയുന്ന കാര്യങ്ങൾ 100% ടോപ്പിക് വൈസ് SCERT ഫാക്ട് ഉൾപ്പെടുത്തിയാണ് പഠിക്കുക മാത്രമല്ല, ആ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായ ഇടവേളകളിൽ സൗജന്യ ക്ലാസ്സിലൂടെ, ഫ്രീ ക്ലാസ്സിലൂടെ, സ്പെഷ്യൽ ക്ലാസ്സിലൂടെ, മോക്ക് ടെസ്റ്റിലൂടെ നമ്മൾ റിവിഷൻ ചെയ്ത് ഉറപ്പിക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ ഏതൊരു പരീക്ഷയ്ക്കാണ് നിങ്ങൾ തയ്യാറെടുക്കുന്നത്, ആ ഒരു പരീക്ഷയിൽ ഏറ്റവും മികച്ച റാങ്ക് നേടുവാനായിട്ട് നിങ്ങൾക്ക് കഴിയുകയും ചെയ്യും. അപ്പൊ തീർച്ചയായിട്ടും പ്ലസിലേക്ക് വരിക. പ്ലസിലേക്ക് വരുമ്പോഴാ നിശ്ചിത ശതമാനം ഡിസ്കൗണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്റെ റെഫറൽ കോഡ് ഉപയോഗിക്കാം. എന്റെ റെഫറൽ കോഡ് എന്ന് പറയുന്നത് രാജേഷ് SR എന്നതാണ്. സ്പേസ് ഇടാതെ രാജേഷ് SR എന്ന് ടൈപ്പ് ചെയ്യുക, അപ്ലൈ ചെയ്യാം. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും. ഇനി പുതുതായിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നവരാണെങ്കിൽ ഫ്രീ ക്ലാസ് എൻറോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോഡ് ചോദിക്കും. ആ കോഡായിട്ടും നിങ്ങൾക്ക് ഈ രാജേഷ് SR കൊടുക്കാനായിട്ട് കഴിയും. ഫ്രീ ക്ലാസ് എൻറോൾ ചെയ്യാനായിട്ട് കോഡ് ചോദിക്കുകയാണെങ്കിൽ രാജേഷ് SR എന്ന് കൊടുക്കുക, നിങ്ങൾക്ക് ഫ്രീ ക്ലാസ് പ്രയോജനപ്പെടുത്തുവാനായിട്ട് കഴിയും. അപ്പോ മറക്കണ്ട, ഫ്രീ ലേണിംഗ് വീക്കാണ്. നവംബർ 4 തൊട്ട് 6 വരെ ഈ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. ഇന്ന് നമ്മൾ പഠിച്ചതിന്റെ എക്സാം 6-ാം തീയതി അൺഅക്കാഡമി ആപ്പിനകത്ത് ഫ്രീ ക്ലാസ് എക്സാം ആണ്. അതിന്റെ ലിങ്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അത് എൻറോൾ ചെയ്യുക. പരീക്ഷ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. ലൈവായിട്ടെങ്കിലും അറ്റൻഡ് ചെയ്യുക. ഇല്ല കഴിഞ്ഞില്ലെങ്കിൽ റെക്കോർഡായിട്ടെങ്കിലും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, അവരും പഠിക്കട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഓക്കെ, ലെറ്റ്സ് ക്രാക്ക് ഇറ്റ്.